ಮಂಜೇಶ್ವರದಲ್ಲಿ ಕಳೆದ ಕೆಲವು ಸಮಯಗಳಿಂದ ಗ್ರಾಹಕರಿಗೆ ಅಡುಗೆ ಅನಿಲ ಪೂರೈಕೆಯಲ್ಲಿ ಭಾರೀ ವ್ಯತ್ಯಯ ಉಂಟಾಗಿದ್ದು ಸಾಮಾನ್ಯ ಜನತೆ ಪರದಾಡುವಂತಹ ಪರಿಸ್ಥಿತಿ ಎದುರಾಗಿದೆ. ಹಣಬಲ ಮತ್ತು ಗಟ್ಟಿ ಧ್ವನಿಯಲ್ಲಿ ಮಾತನಾಡುವವರಿಗೆ ಮಾತ್ರ ಮನೆ ಮನೆಗೆ ತಲುಪಿಸುವ ಹಾಗೂ ಗೃಹ ಬಳಕೆಯ ಅಡುಗೆ ಅನಿಲವನ್ನು ವ್ಯಾಪಾರ ಕೇಂದ್ರಗಳಿಗೆ ಜಾಸ್ತಿ ಹಣ ಪಡೆದು ವಿತರಿಸುವ ಏಜೆನ್ಸಿಯ ದ್ವಂದ್ವ ನಿಲುವಿನ ವಿರುದ್ಧ ಕಳೆದ ಕೆಲವು ದಿನಗಳಿಂದ ಏಜೆನ್ಸಿ ವಿರುದ್ಧ ವ್ಯಾಪಕ ಆಕ್ರೋಶ ವ್ಯಕ್ತವಾಗುತ್ತಿತ್ತು. മണിക്കൂറോളം കാത്തിരുന്ന് ಮಂಜೇಶ್ವರದಲ್ಲಿ ಕಳೆದ ಕೆಲವು ಸಮಯಗಳಿಂದ ಗ್ರಾಹಕರಿಗೆ ಅಡುಗೆ ಅನಿಲ ಪೂರೈಕೆಯಲ್ಲಿ ಭಾರೀ ವ್ಯತ್ಯಯ ಉಂಟಾಗಿದ್ದು ಸಾಮಾನ್ಯ ಜನತೆ ಪರದಾಡುವಂತಹ ಪರಿಸ್ಥಿತಿ ಎದುರಾಗಿದೆ. ಹಣಬಲ ಹಾಗೂ ಗಟ್ಟಿ ಧ್ವನಿಯಲ್ಲಿ ಮಾತನಾಡುವವರಿಗೆ ಮಾತ್ರ ಮನೆ ಮನೆಗೆ ತಲುಪಿಸುವ ಹಾಗೂ ಗೃಹ ಬಳಕೆಯ ಅಡುಗೆ ಅನಿಲವನ್ನು ವ್ಯಾಪಾರ ಕೇಂದ್ರಗಳಿಗೆ ಜಾಸ್ತಿ ಹಣ ಪಡೆದು ವಿತರಿಸುವ ಏಜೆನ್ಸಿಯ ದ್ವಂದ್ವ ನಿಲುವಿನ ವಿರುದ್ಧ ಕಳೆದ ಕೆಲವು ದಿನಗಳಿಂದ ಏಜೆನ್ಸಿ ವಿರುದ್ಧ ವ್ಯಾಪಕ ಆಕ್ರೋಶ ವ್ಯಕ್ತವಾಗುತ್ತಿತ್ತು. ಗ್ರಾಹಕರನ್ನು ಗ್ಯಾಸ್ ಏಜೆನ್ಸಿ ಕಚೇರಿಗೆ ಕರೆಸಿ ಬೆಳಗ್ಗಿನಿಂದ ಸಂಜೆಯ ತನಕ ಬಿಸಿಲು ಮಳೆ ಎನ್ನದೆ ಕಾದು ನಿಂತು ಕೊನೆಗೆ ಬರಿಗೈಯಿಂದ ಹಿಂತಿರುಗುವ ಪರಿಸ್ಥಿತಿ ಎದುರಾಗಿತ್ತು. ಅಡುಗೆ ಅನಿಲ ದಾಸ್ತಾನು ಇದ್ದರೂ ಗ್ರಾಹಕರಿಗೆ ನೀಡದೇ ಇರುವುದರ ಬಗ್ಗೆ ಕೂಡ ವ್ಯಾಪಕ ದೂರುಗಳು ಕೇಳಿಬರುತ್ತಿತ್ತು. ಈ ಬಗ್ಗೆ ಮಾಹಿತಿ ಲಭಿಸಿದ ಮಂಜೇಶ್ವರ ಪಂಚಾಯತ್ ಯೂತ್ ಲೀಗ್ ನೇತಾರರು ಈ ಬಗ್ಗೆ ವಿಚಾರಿಸಲು ಮಂಜೇಶ್ವರ ಅನಂತ ಗ್ಯಾಸ್ ಏಜೆನ್ಸಿ ಕಚೇರಿಗೆ ತೆರಳಿ ವಿಚಾರಿಸಿದಾಗಲೂ ಸಮರ್ಪಕ ಉತ್ತರ ಲಭಿಸದ ಹಿನ್ನೆಲೆಯಲ್ಲಿ ಸೋಮವಾರ ಬೆಳಗ್ಗೆ ಯೂತ್ ಲೀಗ್ ಕಾರ್ಯಕರ್ತರು ಅನಂತ ಗ್ಯಾಸ್ ಏಜೆನ್ಸಿಗೆ ಮುತ್ತಿಗೆ ಹಾಕಿದ್ದರು. എല്ലായിടത്തും സമരം വരാനുണ്ട്, പ്രയാസം വരാനുണ്ട്, പ്രതിസന്ധി വരാനുണ്ട്. നിങ്ങൾ ഈ ഒരു സ്റ്റാഫിനെ വെച്ചിട്ടല്ലേ 500 ആൾക്ക് കൊടുക്കേണ്ടത്. സ്റ്റാഫിന്റെ എണ്ണം വർദ്ധിക്കണം, ടോക്കൺ സിസ്റ്റം നടപ്പിലാക്കണം, സ്റ്റോക്ക് രജിസ്റ്റർ പ്രദർശിപ്പിക്കണം, ഇവിടെ ക്യൂ നിൽക്കുന്ന ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യം ചെയ്യണം, അവർക്ക് സൗകര്യം ചെയ്യണം, മഴയത്തുള്ള ഇടത്തിൽ നിൽക്കാൻ പാടില്ല. അതിനുള്ള സൗകര്യം ചെയ്തിട്ട് നിങ്ങൾ വിതരണം ചെയ്താൽ മതി. ഇപ്പൊ ഈ ക്യൂ നിർത്തിയെന്നില്ല, ഇതിൽ എത്ര സീനിയർ സിറ്റിസൺ ഉണ്ട്, ഇതിൽ എത്ര ലേഡീസ് ഉണ്ട്? നിങ്ങള് ഗ്യാസ് ഷോർട്ടേജ് ശരിയാണ്, ഗ്യാസ് ഷോർട്ടേജ് നിങ്ങൾ ടോക്കൺ സിസ്റ്റമാക്കി, നിങ്ങൾ സ്റ്റോക്കിന് വേണ്ട 500 സ്റ്റോക്കിന് 500 ടോക്കൺ കൊടുക്ക്, 501 വെയിറ്റിംഗ് ലിസ്റ്റിലിട്, അടുത്ത സ്റ്റോക്ക് വരുമ്പോൾ അവരെ വിളിച്ചു കൊടുക്ക്. ഇവിടെ ഗ്യാസ് വരുന്നത് ഗ്യാസ് വീട്ടിൽ ഉണ്ടായിട്ട് വരുന്നതല്ല, മുഴുവൻ തീർന്നിട്ട് അത്രയേറെ പ്രയാസം വരുമ്പോഴാണ് സാധാരണക്കാരായ ആളുകൾ ഇതിനകത്തേക്ക് വരുന്നത്. അല്ലാതെ നിങ്ങൾ വീട്ടിൽ കൊണ്ടേക്ക് കൊടുക്കുന്നത് നിലവിലെ ഉള്ള ആളുകൾക്കാണ്. ഇവിടെ വരുന്നത് മുഴുവൻ വലിയ പ്രയാസം അനുഭവിച്ചിട്ടാണ് ഇതിനകത്തേക്ക് വരുന്നത്. ആ സമയത്ത് അവർക്ക് പ്രയോറിറ്റി കൊടുക്കണം, അവർക്ക് നൽകേണ്ട സേവനം കൃത്യമായി നൽകണം. അതിനാണ് ഞങ്ങൾ വന്നത്. അപ്പോ നമുക്ക് ലൈന് പോയ വണ്ടി പോലും ഇവിടുന്ന് വണ്ടി ലൈന് പോവാതെ ലൈനിലെ ആൾക്കാർ ഇന്ന് പോലും മുസ്തഫ നിങ്ങൾ ക്യൂ റോഡ് വരെ ക്യൂ ഉണ്ട്. അതെങ്ങനെ പറയാം? നിങ്ങൾ കൃത്യമായി ടോക്കൺ കൊടുത്ത് ഈ സംസ്കാരമല്ല. നിങ്ങൾക്ക് ബ്ലാക്കിൽ കച്ചവടം ചെയ്യണം, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് പറഞ്ഞ് നിങ്ങൾ കൊടുക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ ടോക്കൺ കൊടുക്കാത്തത്, നിങ്ങൾ സ്റ്റോക്ക് സൃഷ്ടിക്കാത്തത്. അല്ല, നമ്മുടെ ആളുകൾ മനസ്സിലാക്കാം, ആളുകളുടെ പ്രസ്ഥാനമാണ്. ഇത്രയും വർഷം
ഇത്രയും വർഷം ഈ KSIT സർക്കിളിൽ രാവിലെ ഞങ്ങൾക്കാണ് അല്ല ഞങ്ങളുടെ ഞങ്ങൾ മൊത്തത്തിലുള്ള ആളുകൾക്ക് വേണ്ടി വന്ന് പറഞ്ഞത് അല്ലാതെ ഒരാൾക്ക് വേണ്ടി ആ രീതിയിലുള്ള വർത്താനൊന്നും വേണ്ട. അല്ല ആ രീതിയിലുള്ള വർത്താനം വേണ്ട. സാധാരണക്കാരായ ആളുകൾക്ക് സേവനം നൽകണമെന്നില്ല നിങ്ങളുടെ ആളുകളെ നമ്മുടെ ഒരാളുകൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളെ കാര്യത്തിനല്ല വേറൊരു കാര്യത്തിനല്ല നിങ്ങൾ ഔദാര്യമൊന്നും വേണ്ട. ഞങ്ങൾക്ക് ലഭിക്കേണ്ട കൃത്യമായ സേവനം കൃത്യമായി നൽകണം. അതിനുവേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത്. അല്ല വേറെ ഞങ്ങൾ പറയുന്നത് ടോക്കൺ വെച്ച് കൊടുക്കണം. ഇവര് രാവിലെ വന്നവർക്ക് ഇല്ല, ഇടയ്ക്ക് വന്നവർക്ക് കൊടുത്തു, ഇടയ്ക്ക് വന്നവർക്ക് കൊടുത്തു. തീരുമാനമാക്കി തീരുമാനം എന്തായാലും തീരുമാനമാണ്. ಬಳಿಕ ಮಂಜೇಶ್ವರ ಪೊಲೀಸರು ಹಾಗೂ ಅಧಿಕಾರಿಗಳು ಆಗಮಿಸಿ ಯೂತ್ ಲೀಗ್ ನೇತಾರರೊಂದಿಗೆ ನಡೆಸಿದ ಮಾತುಕತೆಯಲ್ಲಿ ಮುಂದಿನ ದಿನಗಳಲ್ಲಿ ಈ ರೀತಿಯ ಸಮಸ್ಯೆ ಸೃಷ್ಟಿಯಾಗಲಾರದು, ಸಾಧ್ಯವಾದಷ್ಟು ಮಟ್ಟಿಗೆ ಗ್ರಾಹಕರಿಗೆ ಸಮಸ್ಯೆಯಾಗದ ರೀತಿಯಲ್ಲಿ ವಿತರಿಸುವುದಾಗಿ ಗ್ಯಾಸ್ ಏಜೆನ್ಸಿ ಅಧಿಕಾರಸ್ಥರು ನೀಡಿದ ಭರವಸೆಯ ಹಿನ್ನೆಲೆಯಲ್ಲಿ ಯೂತ್ ಲೀಗ್ ನೇತಾರರು ಪ್ರತಿಭಟನೆಯಿಂದ ಹಿಂದೆ ಸರಿದಿದ್ದಾರೆ. ನೇತಾರರಾದ ಮುಕ್ತಾರ್ ಎ, ಸಿದ್ದಿಕ್ ದಂಡುಗೋಳಿ, BM ಮುಸ್ತಫಾ, ಫಾರೂಕ್ ಚೆಕ್ ಪೋಸ್ಟ್, ಹನೀಫ್ ಕುಚ್ಚಿಕಾಡ್, ಇರ್ಷಾದ್ ಚೆಕ್ ಪೋಸ್ಟ್, ಮುಬಾರಕ್ ಹಾಗೂ ರಿಯಾಜ್ ಮೊದಲಾದವರು ನೇತೃತ್ವ ನೀಡಿದ್ದರು. ರೆಹಾನುದ್ಯಾವರ V4 ನ್ಯೂಸ್ ಮಂಜೇಶ್ವರ.